ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഗായ്സ്, ഇന്നൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. അപ്പൊ ഗായ്സ്, നമ്മുടെ പാലക്കാട് അങ്ങനെ ലുല്ലു മോള് വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്നാണ് ഇതിന്റെ ഇനോഗ്രേഷൻ ഗായ്സ്. അപ്പൊ നമ്മുടെ ലുല്ലു മോള് പാലക്കാട് സ്വന്തമായി ഗായ്സ്. അപ്പൊ നമ്മൾ കൊച്ചിയിൽ ലുല്ലു മോള് പോയിട്ട് നമ്മൾ വ്ളോഗൊക്കെ ചെയ്താണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമുക്കത് മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മള് ഇന്ന് പാലക്കാട് ഇന്നാണ് ഇനോഗ്രേഷൻ. അപ്പൊ നമ്മള് നേരെ പാലക്കാട് ലുല്ലു മോളിക്ക് പോവാണ്. അപ്പൊ അവിടെ കൊച്ചിയിലും പാലക്കാടും വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടായില്ല. ലുല്ലു മോളെല്ലാം അവിടെ ഒന്നായിരിക്കും. എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് ഉണ്ടോ നോക്കാം ഗൈസ്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ പാലക്കാട് പുതിയതായി ഓപ്പണായ ലുല്ലു മോൾ ഗൈസ്. ഇതാണ് നമ്മുടെ ലുക്ക്. അപ്പോൾ ഇന്ന് തന്നെയാണ് ഇതിൻ്റെ ഓപ്പണിങ്, ഇനോഗ്രേഷൻ ഇന്ന് തന്നെയാണ്. പക്ഷെ നമ്മൾ കസ്റ്റമേഴ്സിനൊക്കെ കയറ്റി വിടുന്നത് 3 മണിക്കാണ് കേട്ടോ ഗൈസ്. അപ്പോൾ കുറേ പേര് വെയിറ്റിംഗ് ഒക്കെ ചെയ്യണ്ടായിരുന്നു ഉള്ളിൽ തന്നെ. അപ്പോൾ നമ്മൾ നേരെ ഉള്ളിലേക്ക് പോകണം കേട്ടോ ഗൈസ്. അപ്പോൾ കുറേ പേര് ചോദിക്കും, ഈ ലുല്ലു മോൾ ഓപ്പൺ ആയിട്ട് കുറേ ദിവസമായല്ലോ, പക്ഷേ വീഡിയോ ഭയങ്കര ലേറ്റ് ആണല്ലോ എന്ന് വിചാരിക്കണ്ട ഗൈസ്. കാരണം നമ്മൾ ഷൂട്ടൊക്കെ ചെയ്തത് അതേ ദിവസമാണ്, ഓപ്പൺ ചെയ്ത ദിവസം തന്നെയാണ്. പക്ഷേ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് തിരക്കൊക്കെ ആയി, കുറച്ച് കൊച്ചിയിലൊക്കെ പോകേണ്ടി വന്നു. തിരക്കായതുകൊണ്ട് ഗൈസ് പറ്റിയില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ അപ്ലോഡ് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ ഉള്ളിൽ കയറിയതും. നല്ല തിരക്കാണ് കേട്ടോ ഗൈസ്. ഓപ്പണിങ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. നമുക്ക് പറ്റണ പോലെയൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോൾ തന്നെ ആദ്യം ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ നേരെ ആദ്യം മേലെ പോയിട്ട് കണ്ടിട്ട് വരാം. 2 ഫ്ലോർ തന്നെയാണ് കേട്ടോ. നമ്മൾ കൊച്ചിയിൽ പോയപ്പോൾ 3 ഫ്ലോർ ഉണ്ടായിരുന്നു. ഇവിടെ 2 വന്നിട്ടുള്ളൂ. ഇനി മേലേക്ക് വരുന്ന പറയുന്നത്. അപ്പോൾ ഇപ്പോൾ 2 ഫ്ലോറേ ഉള്ളൂ. പിന്നെ എല്ലാ സാധനവും നമുക്കറിയാലോ, ലുലു മോള് പറഞ്ഞാൽ എല്ലാ ഐറ്റംസും ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ ക്ലോത്തിങ്ങും. അപ്പോൾ ഞങ്ങളാദ്യം മേലെ പോയതും ഇങ്ങനെ ക്ലോത്തിങ് സെക്ഷനിലൊക്കെ പോയി നോക്കി കണ്ടു. എല്ലാം അടിപൊളിയാണ് കേട്ടോ ഗൈസ്. നമ്മുടെ കൊച്ചിയിലെ പോലെ തന്നെ ഇവിടെയും. പക്ഷെ നല്ല അഫോർഡബിൾ ആണ് എല്ലാം, കുഴപ്പമില്ല, നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു ഗൈസ്. എല്ലാ സെക്ഷനിലും നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഷൂസിൻ്റെ സെക്ഷൻ, എല്ലാം ഉണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഗൈസ് നല്ല തിരക്ക്. ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലും പിന്നെ ഏകദേശം എല്ലാവിടെയും തിരക്കുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മേലെ നിന്നുള്ള വ്യൂ. അപ്പോൾ അടിപൊളിയാണ്, നല്ല തിരക്ക്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും ഗൈസ്, ഫുൾ തിരക്കാണ്. പിന്നെ ഹൈപ്പർ മാർക്കറ്റ് കഴിഞ്ഞ അടുത്ത സ്ഥലം നമ്മുടെ ഫുഡിൻ്റെ സ്ഥലമുണ്ട് ഗൈസ്. നല്ല ഇടിനാശം വെള്ളപ്പൊക്കമായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ സൈഡിൽ കൂടെ ഫുഡും എല്ലാം, പക്ഷെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അടിപൊളിയായിരുന്നു. ഓപ്പണിംഗ് ആയതുകൊണ്ടായിരിക്കാം ഇത്ര തിരക്ക്. പിന്നെ ഗെയിമിംഗ് സെക്ഷൻസൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഒരു കൊച്ചി വ്യത്യാസം ഇവിടെ പറയാൻ കുറച്ച് പറഞ്ഞാൽ, നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഇതില്ല കേട്ടോ ഗൈസ്. നമ്മുടെ മീറ്റ് സെക്ഷൻസ് ഇല്ല. അവിടെ ഒരു ഫുൾ ഫ്ലോറേ നമുക്ക് ഉണ്ടായിരുന്നു കൊച്ചിയിൽ. മീറ്റിൻ്റെ വെറൈറ്റി എന്തൊക്കെ നമുക്ക് മീറ്റിൻ്റെ സെക്ഷൻ വേണം അതൊക്കെ ഉണ്ടായിരുന്നു. ചിക്കൻ, മീൻ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അതില്ല കേട്ടോ. പക്ഷെ അത് നമ്മൾ പറഞ്ഞപ്പോൾ അവർ വരുന്നൊക്കെയാണ് പറഞ്ഞു. ഇവിടെ കുറച്ച് സ്റ്റോർസാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇനി ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കണേ ഉള്ളൂ സൈഡായിട്ട്. അപ്പോൾ അതൊക്കെ വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഉള്ളിൽ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ എല്ലാ ഐറ്റംസും ഉണ്ട്. മസാലാസ് എല്ലാം ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്കറിയാമല്ലോ, ലുലു മോളിൽ പോയവർക്ക് അറിയാം എന്തൊക്കെ ഉണ്ടാവും എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കണ്ട് നമുക്ക് പറ്റിയ പരമാവധി നമ്മൾ വീഡിയോസൊക്കെ എല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി മിസ്സായിട്ടുണ്ടോ എന്നറിയില്ല, പക്ഷെ എല്ലാം നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ കുറേ ചോക്ലേറ്റ്സ് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ സെറ്റായി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്, നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ പോലെ. അപ്പോൾ ഇതൊരു മസാലയൊക്കെ ഇട്ടൊരു സെറ്റ് പോലെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടപ്പോൾ അമ്മ ഓപ്പൺ ചെയ്ത് നോക്കിയതാണ് കേട്ടോ ഗൈസ്. പിന്നെ നമ്മുടെ കേക്ക്, വൈനൊക്കെ ഉണ്ടായിരുന്നു. ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ക്രിസ്മസിന് വേണ്ടി അതൊക്കെ വാങ്ങാൻ പറ്റും കേട്ടോ ഗൈസ്. എല്ലാം അടിപൊളിയായിരുന്നു.
പിന്നെ ഫ്രൂട്ട്സിൻ്റെ ഒരു വമ്പൻ കളക്ഷൻ ഉണ്ടായിരുന്നു. നമ്മൾ കാണാത്ത കുറച്ച് ഫ്രൂട്ട്സിനെ നമ്മൾ കണ്ടു. പിന്നെ ആ ഫ്രൂട്ട്സൊക്കെ ഏതേത് കൺട്രീസിൽ നിന്നാണ് വന്നത് അത് അവിടെ തന്നെ മേലെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് അതൊരു ഇൻഫർമേഷനും കൂടിയാണ് ഈ ഫ്രൂട്ട് ഈ കൺട്രിയിലെന്ന്. അപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ കിട്ടുന്ന കുറേ ഫ്രൂട്ട്സൊക്കെ കണ്ടു. ഇവിടെ പൊതുവെ നോർമലി കിട്ടാത്തതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അതൊക്കെ ഇവിടെ കണ്ടു. അപ്പോൾ അതൊരു ആശ്വാസം, നമുക്കപ്പോൾ കിട്ടാത്തത് ഇവിടെ നിന്ന് വാങ്ങാമെന്നൊരു ആശ്വാസം കിട്ടി ഗൈസ്. അപ്പോൾ അങ്ങനെ കുറേ ഫ്രൂട്ട്സ് അതും ഇതൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ പാലക്കാട് ആയതുകൊണ്ട് നമ്മുടെ പനയിലെ ഫ്രൂട്ടാണിത്. എനിക്കും കറക്റ്റ് പേര് അറിയില്ല കേട്ടോ ഗൈസ്. അപ്പോൾ പാലക്കാട് ആയതുകൊണ്ട് അതും ഉണ്ട് ഇവിടെ. പിന്നെ നമ്മുടെ ചില്ലീസിൻ്റെ വെറൈറ്റി ഗൈസ് ഞാൻ കുറേ കണ്ടിട്ടും പോലില്ല, അത്രയും വെറൈറ്റീസ് ഓഫ് ചില്ലീസ് ഉണ്ടായിരുന്നു. പിന്നെ ക്യാപ്സിക്കമിൻ്റെ കുറേ കളർ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടിട്ട് ഇതൊക്കെ എന്തൊരു ഷേപ്പാണ് ഗൈസ്, നമ്മൾ കണ്ടിട്ടും പോലും ഇല്ല ഇങ്ങനത്തെ ഒക്കെ. അപ്പോൾ ഇതിൻ്റെ ഏതൊക്കെ കൺട്രീസിൻ്റെ ആണെന്നൊക്കെ എല്ലാത്തിനും ഇൻഫർമേഷൻ അവർ മേലത്തിന് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ നേരെ സ്വീറ്റ്സ്, കേക്ക്സ് അതിൻ്റെ തന്നെ ഒരു വലിയ സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്കൊക്കെ വന്നു, എല്ലാം ഷൂട്ടൊക്കെ ചെയ്തു. പിന്നെ എല്ലാം എഗ്ലെസ്സാണ് കേട്ടോ ഗൈസ്. എഗ്ലെസ് കേക്ക്സ്, മഫിൻസ്, കപ്പ് കേക്ക്സ് എല്ലാം ഉണ്ട്. നമുക്ക് എന്ത് വേണം അതെല്ലാം ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ടു, ഡോണറ്റ്സൊക്കെ കണ്ടു. നമുക്ക് വേണം വെച്ചാൽ ഞങ്ങൾ കുറച്ച് വേണം, ഞങ്ങൾക്ക് ഇങ്ങനെ കൊച്ചിയിൽ ഞാൻ പോകേണ്ട ഒരു ഇതുണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പോൾ ഞങ്ങൾ കുറച്ചൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു കൊച്ചിയിൽ, അപ്പോൾ അതിന് പോകേണ്ടതായിരുന്നു ആ ടൈമിൽ. അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആയത്. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് സാധനമൊക്കെ പർച്ചേസ് ചെയ്യണുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊക്കെ ഞങ്ങൾ ചെയ്തു കേട്ടോ ഗൈസ്. പിന്നെ നമ്മളിങ്ങനെ എല്ലാം ഷൂട്ട് ചെയ്തു ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളെല്ലാം ഷൂട്ട് ചെയ്ത് അങ്ങനെ കണ്ടിറങ്ങി ഗൈസ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ കമൻറ്റ് സെക്ഷനിൽ പറയുക ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ആ കണ്ട കാഴ്ച നമ്മുടെ പാർക്കിംഗ് ഏരിയ ഉണ്ടോ ഗൈസ്, നല്ല തിരക്കുണ്ടായിരുന്നു, ഫുള്ളായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ടാറ്റാ.